ബലാത്സംഗ കേസിൽ നടന്ന എംഎൽഎയുമായ എം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ 9:45 മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. പിന്നാലെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഒരു 10 നില കെട്ടിടത്തിന്റെ മണ്ടയിൽ വീണ ഒരു അവസ്ഥയാണ് ഇപ്പൊ മുകേഷിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം വലിയ പദവികളിൽ ഇരിക്കുന്നു, വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഒരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഇവരിപ്പോൾ നാണം കെട്ടിരിക്കുകയാണ്. സ്ത്രീകളോടോ കുട്ടികളോടോ ഒക്കെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ ഇമേജുകൾ നശിച്ചു. ഇവർ ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇത് ഇനി എന്തെന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു നാണക്കേട് ഇവരെ മട്ടുമാറാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഒരു കേസ് പറഞ്ഞതിനെ എന്താ പറയാ, സത്യം തെളിയിക്കണം, അതാണ് വേണ്ടത്. ഒന്നോർത്ത് നോക്കി, ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ട് കഴിയുമ്പോൾ ഒരു അവസ്ഥ ആൾക്കാർ വിശ്വസിക്കുകയില്ല. ഇതിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർ ഭയങ്കര താല്പര്യമാണ്, പക്ഷെ സത്യം കേൾക്കാൻ ആൾക്കാർ അത്രയും ഇരിക്കത്തില്ല. ഇപ്പോൾ പീഡിപ്പിച്ചു എന്ന് കേൾക്കാനാണ്, പീഡിപ്പിച്ചിട്ടില്ല എന്ന് കേൾക്കാൻ അധികം ആൾക്കാർ വരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിൽ. മുകേഷിനായാലും മറ്റേ ജയസൂര്യക്കായാലും സിദ്ദിഖിനായാലും ഇവർക്കെല്ലാം വന്നിരിക്കുന്ന ഒരു പേരുദോഷമുണ്ടല്ലോ, ഭയങ്കരമാണ്. നമ്മളത് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ഒരു അവസ്ഥ. ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലാൻ അത്രയും തുലിക്കെട്ടി വേണം, അല്ലാത്തൊരു ഒളിച്ചിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഈ ആൾക്കാരുടെ ഇടയിലേക്ക് ഇവരിങ്ങനെ ഇറങ്ങി ചെല്ലും. മക്കളുടെ മുന്നിലോട്ട്, ഭാര്യയുടെ മുന്നിലോട്ട്, സഹോദരങ്ങളുടെ മുന്നിലോട്ട്